നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ബസ്വാദ വിൽസൺ ഇൻ കൺവെർസേഷൻ വിത്ത് പെരുമാൾ മുരുകൻ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഓൾറെഡി ചെയ്തത് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അത് കണ്ടിട്ടില്ല, അത് തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ ഈ ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എക്സാം ഓറിയൻറ്റഡ് റിവിഷൻ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ അവൈലബിൾ ആയിരിക്കും നമ്മുടെ പ്ലേലിസ്റ്റിൽ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന ഈ പെരുമാൾ മുരുകൻ എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ഓതറും സ്കോളറും പോയിറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ബസ്വാദ വിൽസൺ നടത്തിയിട്ടുള്ള ഒരു കോൺവെർസേഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണത്തിൻ്റെ ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള സമ്മറിയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിനകത്ത് കുറേ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് ബസ്വാദ വിൽസൺ ആരാണ്, അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊക്കെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ബോൺ ഇൻ ടു ദളിത് ഫാമിലി ദാറ്റ് ഹാസ് ബീൻ എൻഗേജ്ഡ് ഇൻ മാനുവൽ സ്കാവഞ്ചിങ് ഫോർ ജനറേഷൻസ്. അതായത് ഈ ക്ലീനിങ്, അതായത് നമ്മൾ ഓടകൾ, സെപ്റ്റി ടാങ്കുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അതിനെയാണ് മാനുവൽ സ്കാവഞ്ചിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജോലികൾ ചെയ്യുന്ന ഒരു ദളിത് ഫാമിലിയിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ബസ്വാദ വിൽസൺ എന്ന് പറയുന്ന വ്യക്തി. പാരൻസ് ആൻഡ് ബ്രദർ വർ മാനുവൽ സ്കാവഞ്ചേഴ്സ് ബട്ട് ഹിസ് പാരൻസ് സെൻഡ് ഹിം ടു സ്കൂൾ ടു എസ്കേപ്പ് ദ പ്രാക്ടീസ്. അപ്പോൾ അച്ഛനും സഹോദരങ്ങളും ഒക്കെ ഈ ഒരു ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ ഇദ്ദേഹത്തിനെങ്കിലും ആ ഒരു ജോലിയിൽ നിന്ന് ചെയ്യാതെ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തെ അവർ പാരൻസ് എന്ത് ചെയ്യാണ്, സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാനുവൽ സ്കാവഞ്ചിങ് ഇഷ്യൂ. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം മെയിനായിട്ടും സംസാരിക്കുന്നത് ഈ മാനുവൽ സ്കാവഞ്ചിങ് ഇഷ്യൂവിനെ കുറിച്ച് തന്നെയാണ്. അത് കാരണം എത്രയോ ആളുകൾ, ക്ലീൻ ചെയ്യുന്ന തൊഴിലാളികൾ ഒരുപാട് പേര് മരണപ്പെടുന്ന, അല്ലെങ്കിൽ ഇതൊരു എന്താ പറയുക, ബാൻ ചെയ്യപ്പെടേണ്ട, അല്ലെങ്കിൽ ബാൻ ചെയ്യപ്പെട്ടിട്ടും അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഈ ഒരു മാനുവൽ സ്കാവഞ്ചിങ് കാരണം ഒരുപാട് പേര് കൊല്ലപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ മരിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിഷയത്തിനെ കുറിച്ചാണ് അദ്ദേഹം മെയിനായിട്ട് ഇതിനകത്ത് സംസാരിക്കുന്നത്. ഡെസ്പൈറ്റ് ബീയിങ് ബാൻഡ്, മാനുവൽ സ്കാവഞ്ചിങ് കണ്ടിന്യൂസ് ടു ബി പ്രാക്ടീസ്ഡ് ബൈ തൗസൻഡ്സ് ഇൻ ഇന്ത്യ, മെയിൻലി ഫ്രം ദി ലോവസ്റ്റ് റങ് ഓഫ് ദി കാസ്റ്റ് സിസ്റ്റം. അപ്പോൾ ഈ ജാതിയുടെ വ്യവസ്ഥ അനുസരിച്ചിട്ട് ഒരു പർട്ടിക്കുലർ കാസ്റ്റ് അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരെന്നറിയപ്പെടുന്ന വിഭാഗങ്ങൾ ഇത്തരത്തിൽ മാനുവൽ സ്കാവഞ്ചിങ് ചെയ്യുക, അത് ബാൻ ചെയ്തിട്ടുള്ള ഒരു തൊഴിലാണെങ്കിൽ പോലും ഇപ്പോഴും അത് ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ദ പ്രാക്ടീസ് ഇസ് ബ്രൂട്ടൽ, degrading and sickening with the scavengers facing health risks and social stigma. അപ്പോൾ ഇത് വളരെ മോശം. നമ്മളെ അത് ആ ഒരു ജോലി ചെയ്യാത്ത നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇത്തരത്തിൽ ഓടകളിൽ ഇറങ്ങിയിട്ടായിക്കോട്ടെ, സെപ്റ്റി ടാങ്കിൽ ഇറങ്ങിയിട്ടായിക്കോട്ടെ, അത് ക്ലീൻ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അത്രയും ബ്രൂട്ടലായിട്ടുള്ള, ഡീഗ്രേഡിങ് ആയിട്ടുള്ള, അതേപോലെ തന്നെ നമുക്ക് സിക്കനിങ് ആയിട്ടുള്ള, അതേപോലെ തന്നെ എന്താ പറയുക, അത് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഹെൽത്ത് റിസ്ക്, ലൈഫിന് വരെ എന്താ പറയുക പ്രശ്നം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, സോഷ്യൽ സ്റ്റിഗ്മ, അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ സമൂഹത്തിൻ്റെ മനോഭാവം, അങ്ങനെ എല്ലാ മേഖലകളിലും അത്തരത്തിലുള്ള ആളുകളെ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1.6 lakh people are still engaged in manual scavenging in states like മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ ആൻഡ് ഒഡീഷ. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെയും സംസ്ഥാനങ്ങളിലൊക്കെയും ഇത്തരത്തിൽ ഒരുപാട് പേര് ഈ മാനുവൽ സ്കാവഞ്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു 1.5 ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഈ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ബസ്വാദ വിൽസൺസ് ഫസ്റ്റ് എൻകൗണ്ടർ വിത്ത് മാനുവൽ സ്കാവഞ്ചിങ് വാസ് വെൻ ഹി അക്കമ്പനീഡ് എ മാനുവൽ സ്കാവഞ്ചർ ടു വർക്ക് ആൻഡ് സോ ഹി മെൻറ്റർ എ സെപ്റ്റിക് ടാങ്ക്. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഈ ഒരു മേഖലയിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഴം ഇത്രയും മോശപ്പെട്ടിട്ടുള്ള മീൻസ് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ജോലി ചെയ്യുന്നത് എന്നുള്ള അവരുടെ ഒരു മോശം അവസ്ഥയെക്കുറിച്ചുള്ള ചിന്ത വന്നത് അദ്ദേഹം ആദ്യമായിട്ട് ഒരു വ്യക്തി സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇതിനകത്തോട്ട് ഇറങ്ങണം കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ഹി വാസ് ഷോക്ക്ഡ് ആൻഡ് ഡിസ്റ്റർബ്ഡ് ബൈ ദി എക്സ്പീരിയൻസ് ആൻഡ് ബിഗാൻ ടു ക്വസ്റ്റ്യൻ ദി പ്രാക്ടീസ്. അപ്പോഴാണ് അദ്ദേഹം ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവാണ്. കാരണം അദ്ദേഹത്തിന് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാക്ടീസിനെ ചോദ്യം ചെയ്യുക എന്നൊരു രീതിയിലേക്ക് അദ്ദേഹം അതിന് ശേഷമാണ് വരുന്നത്. ഹി സ്റ്റാർട്ടഡ് എൻഗേജിങ് വിത്ത് മാനുവൽ സ്കാവഞ്ചേഴ്സ്, ലിസണിങ് ടു ദെയർ സ്റ്റോറീസ് ആൻഡ് അഡ്വക്കേറ്റിംഗ് ഫോർ ദെയർ റൈറ്റ്സ്. അദ്ദേഹം അങ്ങനത്തെ ഒരുപാട് ആളുകളോട് സംസാരിക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി അതിനകത്ത് മെയിനായിട്ട് പറയുന്ന അവരുടെ ഒരു ടീമാണ് സഫായി കർമ്മചാരി ആന്തോളൻ എന്ന് പറയുന്നത്, SKA. ബസ്വാദ വിൽസൺ ഫൗണ്ടഡ് SKA in 1992 ടു എറാഡിക്കേറ്റ് മാനുവൽ സ്കാവഞ്ചിങ്. ഈ മാനുവൽ സ്കാവഞ്ചിങ്ങിന് മാറ്റാൻ വേണ്ടിയിട്ട്, ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷനാണ് ഈ SKA എന്ന് പറയുന്നത്. ദ ഓർഗനൈസേഷൻ ഹാസ് ബീൻ വർക്കിംഗ് ടു റീഹാബിലിറ്റേറ്റ് മാനുവൽ സ്കാവഞ്ചേഴ്സ് ആൻഡ് പ്രൊവൈഡ് ദം വിത്ത് ആൾട്ടർനേറ്റീവ് എംപ്ലോയ്മെന്റ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, ഇത്തരത്തിൽ മാനുവൽ സ്കാവഞ്ചിങ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു വീണ്ടും അവരുടെ ലൈഫ് തിരിച്ചു കൊണ്ടുവന്ന് ആ തൊഴിൽ മാറ്റി മറ്റൊരു ജോലി കൊടുക്കുക എന്നുള്ള ഐഡിയയോട് കൂടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. SKA ഹാസ് ഓൾസോ ബീൻ അഡ്വക്കേറ്റിംഗ് ഫോർ പോളിസി ചേഞ്ചസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോസ് ടു പ്രൊഹിബിറ്റ് മാനുവൽ സ്കാവഞ്ചിങ്. നിലവിലുള്ള നിയമങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്താനും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ മാനുവൽ സ്കാവഞ്ചിങ്ങിനെ നിരോധിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയാണ് അവരുടെ ഒരു മെയിൻ എയിം എന്നുള്ളത്.
ഇനി ഗാന്ധിൻ്റെയൊക്കെ ഗവൺമെൻറ് റെസ്പോൺസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ദ ഗവൺമെൻറ് ഹാസ് ബീൻ സ്ലോ ടു റെസ്പോണ്ട് ടു ദ ഇഷ്യൂ ഓഫ് മാനുവൽ സ്കാവേജ്. അതായത് ഇവർ കാര്യമായിട്ട് അതിനെ മൈൻഡ് ചെയ്യുന്നില്ല ഗവൺമെൻറ്. ബസ്വാദ വിൽസൺ ക്രിട്ടിസൈസസ് ദ ഗവൺമെൻറ് ഫോർ നോട്ട് ടേക്കിംഗ് അഡിക്വേറ്റ് മെഷർമെൻറ്റ് ടു റാഡിക്കേറ്റ് ദി പ്രാക്ടീസ്. അവർ പര്യാപ്തമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല ഈ ഒരു പ്രാക്ടീസ് വേണ്ടാന്ന് വെക്കാൻ വേണ്ടിയിട്ട്. ഹി ആർഗ്യൂസ് ദാറ്റ് ദ ഗവൺമെൻറ്റ്സ് ലാക്ക് ഓഫ് ആക്ഷൻ ഇസ് ഡ്യൂ ടു ദ മാർജിനലൈസ്ഡ് സ്റ്റേറ്റസ് ഓഫ് മാനുവൽ സ്കാവഞ്ചേഴ്സ് ആൻഡ് ദ ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ വിൽ ടു അഡ്രസ് ദി ഇഷ്യൂ. അപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നത്തിനെ പൊളിറ്റിക്കലി മുന്നിലോട്ട് കൊണ്ടുവരാൻ ആളുകളില്ലാത്തത് കൊണ്ടും ഈ ഒരു ജനവിഭാഗം എന്ന് പറയുന്നത് ആ ഒരു മൈനോറിറ്റി ആയിട്ട് അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായിട്ട് മാറിയത് കൊണ്ടുമാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് കാര്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ പതിയാത്തത് അല്ലെങ്കിൽ അവർ കാര്യമായിട്ട് എടുക്കാത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി കാസ്റ്റ് ആൻഡ് സോഷ്യൽ ഹൈറാർക്കിയെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. ബസ്വാദ വിൽസൺ എംഫസൈസസ് ദി റോൾ ഓഫ് കാസ്റ്റ് ആൻഡ് സോഷ്യൽ ഹൈറാർക്കി ഇൻ പെർപച്വേറ്റിംഗ് മാനുവൽ സ്കാവഞ്ചിങ്. മാനുവൽ സ്കാവഞ്ചിങ്ങിൽ ആ ഒരു കാസ്റ്റിനും അതേപോലെ തന്നെ സോഷ്യൽ ഹൈറാർക്കിക്കൊക്കെ ഉള്ള സ്ഥാനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹി ആർഗ്യൂസ് ദാറ്റ് ദ പ്രാക്ടീസ് ഇസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ഇന്ത്യസ് സോഷ്യൽ ഹൈറാർക്കി ആൻഡ് ദാറ്റ് ഇറ്റ് സീൻ ആസ് എ നാച്ചുറൽ ഒക്യുപ്പേഷൻ ഫോർ സർട്ടൻ കാസ്റ്റ്. അപ്പോൾ ചില ജാതികളിൽപ്പെട്ട ആളുകൾക്ക് അത് നാച്ചുറലാണ്, അവരുടെ ജാതി അതല്ലേ, അവരുടെ കുലത്തൊഴിൽ എന്നൊക്കെ പറഞ്ഞമായിരിക്കും ആ ഒരു ജാതി അതന്നെ അവരെ ചെയ്യണം, അത് അത്ര തന്നെ ഉള്ളൂ എന്നുള്ള രീതിക്ക് കാണുന്ന ഒരു മനോഭാവം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ഹി അഡ്വക്കേറ്റ്സ് ഫോർ എ മോർ നോൺസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കാസ്റ്റ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ സോഷ്യൽ ആൻഡ് എക്കണോമിക് റിലേഷൻഷിപ്പ്. അതേപോലെ തന്നെ സോഷ്യലായിട്ട് എക്കണോമിക് ആയിട്ടുള്ള എല്ലാ മേഖലകളിലും ഇവർ ഈ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു കാസ്റ്റ് എന്നുള്ളൊരു സംഭവം വെച്ചുകൊണ്ട് ഇവർക്ക് ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ റിഫ്ലക്ഷൻസും പറയുന്നുണ്ട്. ബസ്വാദ വിൽസൺ റിഫ്ലക്ട്സ് ഓൺ ഹിസ് ഓൺ എക്സ്പീരിയൻസസ് ആൻഡ് ദി ലെസൺസ് ഹി ഹാസ് ലേൺഡ് ഫ്രം ഹിസ് വർക്ക്. അദ്ദേഹത്തിൻ്റെ വർക്കിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുള്ള പാഠങ്ങളെക്കുറിച്ച്. ഹി എംഫസൈസസ് ഇമ്പോർട്ടൻസ് ഓഫ് എംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇൻ അഡ്രസ്സിങ് സോഷ്യൽ ഇഷ്യൂ ലൈക്ക് മാനുവൽ സ്കാവഞ്ചിങ്. അദ്ദേഹം ആ ഒരു എന്താ പറയുക അണ്ടർസ്റ്റാൻഡിങ്ങും എംപതിയും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള ആ ഒരു സോഷ്യൽ ഇഷ്യൂസ് ആയിട്ടുള്ള മാനുവൽ സ്കാവഞ്ചിങ് പോലത്തെ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ എത്രത്തോളം ആ ഒരു എംഫസൈസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, അവരോട് നമ്മൾ എത്രത്തോളം എംപത്തറ്റിക് ആയിരിക്കണം, എത്രത്തോളം നമ്മൾ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നതൊക്കെയും അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യമാണ്. ഹി അഡ്വക്കേറ്റ്സ് ഫോർ a more inclusive and equitable society where everyone has access to dignity and respect. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് ഇതെന്താണ് വളരെ ഇൻക്ലൂസീവായിട്ട് എല്ലാവരെയും നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് എല്ലാവരുടെയും അഭിമാനത്തിനും ആ ഒരു റെസ്പെക്റ്റും ഡിഗ്നിറ്റിക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്.